guys, I'm Fatima Farha Ziada, and today we, the B.Ed students of English Optional, will present you with a very special topic. But before we go into the topic, I want you all to go back to your school days, because this topic is more familiar than you might think. നമ്മുടെ ഒക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ വരെ കുഴപ്പിക്കുന്ന രീതിയിൽ ഡൗട്ട്സ് ചോദിച്ചിരുന്ന ആ ഒരു കുട്ടി ഓർമ്മയില്ലേ? എക്സാം ടൈമിൽ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു മൂലയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൂ വരച്ച് നടന്നിരുന്ന ആ ഒരു കുട്ടി. യെസ്, പഠിപ്പി, പടു, ഭുജി എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന ആ കുട്ടിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. That child belongs to the category of gifted and creative children, which is exactly our topic for today. They are a unique category of intellectually exceptional learners who think in ways that we can't even imagine. They see patterns that we don't and solve problems through angles that we might not have even considered. But there's a catch. Without the right understanding, the potential of these children can wither, or their creativity can be misunderstood as distraction. Over the next few minutes, my teammates will uncover how to identify these children, speak about their characteristics, and even their educational provisions. So if you're a teacher, future teacher, a parent, or just a curious person, do stick around, because I'm sure that by the end of this session, you might gain a new perspective on what it means to be exceptional. Without further ado, here comes Rina Farhan to speak about how to identify these beautiful children. So I am Rina Farhan. Today I am going to discuss about the identification of gifted learners. നമുക്ക് പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു കുട്ടി ഗിഫ്റ്റഡ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് മൾട്ടി ഡയമെൻഷണൽ അസസ്മെന്റ്. Here, giftedness should be identified using multiple kind of evidence, not just a single test score. ഒരു സിംഗിൾ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമല്ല, ലൈക്ക് നമുക്ക് IQ ടെസ്റ്റിലൂടെ ക്രിയേറ്റീവ് ടാസ്ക് വെച്ച് നോക്കിയിട്ട് ടീച്ചറിൻ്റെ ഒബ്സർവേഷൻസ് അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് റെക്കോർഡ്സ് വെച്ചിട്ടൊക്കെ ഇവർ ഗിഫ്റ്റഡ് ആണോ അല്ലേ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് who scores high on reasoning test and produces original science fair projects shows both analytical and creative giftedness. ഇവിടെ ഒരു കുട്ടി റീസണിങ് ടെസ്റ്റിലൊക്കെ നന്നായിട്ട് മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ സയൻസ് ഫെയർ പ്രോജക്ട്സിലൊക്കെ സ്വന്തമായിട്ട് അവർ ഒരുപാട് എന്താ പറയുക ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അവരെ ഒരു ഗിഫ്റ്റഡ് ലേണർ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ 3Ps framework. Here, gifted learners are identified through 3Ps, which is potential, and the second one is performance, and third one is personality. ഇപ്പോൾ പൊട്ടൻഷ്യൽ അവർക്ക് 130 ആൻഡ് അബോവ് IQ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് അച്ചീവ്മെൻറ്റും ടെസ്റ്റ് സ്കോഴ്സൊക്കെ അവർ അത്രയും ഹൈലി പെർഫോമൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയിൽ മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ 3Ps വെച്ചിട്ട് നമുക്ക് അവരെ ഗിഫ്റ്റഡ് ആണോ അല്ലേന്ന് നോക്കാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ബെഞ്ച് മാർക്സ്. ടിപ്പിക്കലി നമുക്ക് പറയാം ഒരു 3 to 5% ഓഫ് സ്റ്റുഡൻസ് ചില അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലും ഇൻ്റലിജൻസിലൊക്കെ ഭയങ്കര എബോവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, ഒരു 10 വയസ്സുള്ള കുട്ടി 16 വയസ്സുള്ള കുട്ടീൻ്റെ ബുക്സ് കാര്യങ്ങളൊക്കെ റീസണിങ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ദാറ്റ് ലേണർ ആസ് ഗിഫ്റ്റഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോണ്ടെക്സ്ച്വൽ ഫ്ലെക്സിബിലിറ്റി. ഹിയർ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് വാരി ബൈ സിസ്റ്റം ഓർ കൾച്ചർ. അപ്പം ഒരു സ്ഥലത്ത് എന്താ പറയുക ഗിഫ്റ്റഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന കുട്ടി മറ്റൊരു സ്ഥലത്ത് ഗിഫ്റ്റഡ് ആവണമെന്നില്ല. അപ്പം ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാം, ലൈക്ക് സ്റ്റേറ്റ് A യൂസസ് 130 ആസ് IQ ആസ് ദി കട്ട് ഓഫ് ആൻഡ് വൈൽ ദ സ്റ്റേറ്റ് B സെറ്റ് ഇറ്റ് ആസ് 125. അപ്പം രണ്ട് സ്ഥലത്ത് എന്താ ഒരു സ്ഥലത്ത് ഗിഫ്റ്റഡ് ആയ കുട്ടി മറ്റേ സ്ഥലത്ത് ഗിഫ്റ്റഡ് ആവണമെന്നില്ല. അതൊരു കോണ്ടെക്സ്ച്വൽ ഫ്ലെക്സിബിലിറ്റി ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സസ്. നമുക്ക് ഒരുപാട് ഡാറ്റ സോഴ്സസ് യൂസ് ചെയ്തിട്ട് കുട്ടി ഗിഫ്റ്റഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് നമുക്ക് പോർട്ട്ഫോളിയോസ് നോക്കാം, പാരൻസിൻ്റെ ഇൻപുട്ട്, അതേപോലെ തന്നെ അവരുടെ കോമ്പറ്റീഷൻ ഔട്ട്കംസ് ഒക്കെ വെച്ച് നോക്കാം. വെറും ഒരു ടെസ്റ്റ് റിസൾട്ടിൽ മാത്രം ഒതുങ്ങാതെ ഇത്രയും കാര്യങ്ങളിൽ അവർ മികവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അവർ ഗിഫ്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്ന. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഹൂ വിൻസ് റീജിയണൽ മാത്ത് കോൺടെസ്റ്റ് മേ സ്റ്റിൽ ക്വാളിഫൈ ആസ് ഗിഫ്റ്റഡ് ഈവൺ ഇഫ് സ്റ്റാൻഡർഡൈസ്ഡ് സ്കോർസ് ആർ സ്ലൈറ്റ്ലി ലോവർ. നമുക്ക് പറയാം ഒരു കുട്ടി റീജിയണൽ മാത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്,
പിന്നെ ടെസ്റ്റിൽ സാധാ സ്കൂൾ ടെസ്റ്റിലൊക്കെ കുറച്ച് ലോവർ ഗ്രേഡൊക്കെ ആണെങ്കിലും എന്നാലും നമുക്ക് ആ കുട്ടിയെ ഗിഫ്റ്റഡ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി. ഹിയർ assessment must be culturally fair and linguistically appropriate to avoid bias. പല കുട്ടികളെയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റൂല. ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഷുഡ് ബി ആൻ ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി. ഇപ്പം ബൈലിംഗ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുന്ന ലേണേഴ്സിനെ നമുക്ക് നോൺ വെർബൽ ടെസ്റ്റ് വെച്ചിട്ട് അവരുടെ ഇൻ്റലിജൻസ് നമുക്ക് അളക്കാവുന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് if they are gifted or not. And the next one is recognition of twice. ഇവിടെ ചില ഗിഫ്റ്റഡ് ലേണേഴ്സ് ചില ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ലൈക്ക് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ അറ്റൻഷൻ ഡിസോർഡേഴ്സ് ലൈക്ക് ADHD ഒക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ കുട്ടികളിലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ എ സ്റ്റുഡൻറ്റ് ഹു സ്ട്രഗിൾസ് വിത്ത് സ്പെല്ലിംഗ് ബട്ട് എക്സെൽസ് ഇൻ അഡ്വാൻസ്ഡ് സയൻസ് കോൺസെപ്റ്റ്. സ്പെല്ലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതാനൊക്കെ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ പോലത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ പക്ഷേ ചില സയൻസ് സബ്ജക്റ്റിലോ ചില ആർട്സ് സബ്ജക്റ്റിലൊക്കെ നന്നായിട്ട് മികവ് കോൺസെപ്റ്റ് വൈസ് ഒക്കെ ഭയങ്കരമായിട്ട് അവർ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നന്നായിട്ട് എക്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളും ഗിഫ്റ്റഡ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ പെർസ്പെക്റ്റീവ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗിഫ്റ്റഡ്നെസ് ക്യാൻ ഡെവലപ്പ് ഓവർ ടൈം. ലൈക്ക് സ്റ്റുഡൻറ്റ് ഷുഡ് ബി റീ ഇവാലുവേറ്റഡ് പീരിയോഡിക്കലി. ഓരോ ടൈമിലും ചിലപ്പോൾ ഏർലി കുറച്ച് ആവറേജ് ആയിട്ട് കണ്ടൊരു സ്റ്റുഡൻറ്റ് നന്നായിട്ട് നമ്മളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് എൻറിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവർ ഗിഫ്റ്റഡ് ആയിട്ട് മാറാം എന്നാണ് പറയുന്നത്. So for example, I'll be saying like a child who seems average early on may show rapid intellectual growth after exposure to enriched learning experience. അവർ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നടന്നേക്കാം. അതുകൊണ്ട് നമുക്ക് അത് പീരിയോഡിക്കലായിട്ട് നമ്മളതിനെ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. Next one is behavioral indicators. Here certain behaviors can signal giftedness. ചില സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം if he or she is like gifted or not. They will be showing curiosity, rapid learning, persistence, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ we'll be getting a signal that if he or she is gifted. For example, a student who finishes assignments early and adds new ideas or experiments on their own. അവർ സ്വന്തമായിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക, അതേപോലെ തന്നെ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഏർലി ആയിട്ട് അവർ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്കൊരു സിഗ്നലാണ് ലൈക്ക് ദേ ആർ somewhat more like gifted ആണ്. And then the final one is systemic consistency. Here our schools need clear policies and standardized criteria to ensure fairness and prevent gifted students from being overlooked. Like gifted students നമ്മൾ മാറ്റി നിർത്തുകയൊന്നും ചെയ്യരുത്. ലൈക്ക് എല്ലാ സ്കൂൾസിലും ഒരു ക്ലിയർ പോളിസീസും ഒരു ക്രൈറ്റീരിയ ഒക്കെ എന്തായാലും കൊണ്ടുവരണം. എന്നാലേ നമുക്കൊരു ഫെയർനെസ് ഉണ്ടാവും, ഒരു ഡിസ്പാരിറ്റിയോ ഒരു ഇൻഇക്വാലിറ്റിയോ ഒന്നും ഇല്ലാതെ ലൈക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ നമ്മൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പോളിസീസും ക്രൈറ്റീരിയാസും ഒക്കെ എല്ലാ സ്കൂൾസും കൊണ്ടുവരേണ്ടതാണ്. For example, a national framework that defines giftedness consistently across all schools. ഒരു എല്ലാ സ്കൂൾസിലും ഒരു നാഷണൽ ഫ്രെയിംവർക്ക് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഗിഫ്റ്റഡ്നെസ് ഉള്ള സ്റ്റുഡൻസിനെ നമുക്ക് കൺസിസ്റ്റൻ്റ്ലി നോക്കി കൊണ്ടുവരാൻ പറ്റാവുന്നതാണ്. That's all. Thank you. Next up, we have Fatima, who is here to discuss the characteristics of gifted and creative children. Okay, so as my friend has already mentioned, I am Fatima and I am discussing characteristics of gifted learners today. അപ്പോൾ 10 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് പറയാം, അതിൻ്റെ കൂടെ എക്സാമ്പിൾസും പറഞ്ഞു പോവാം. ദ ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻസ്ഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് ആൻഡ് ഇറ്റ് ഈസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഓഫൻ തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് സീ റിലേഷൻഷിപ്പ് ക്വിക്ക്ലി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഒരു പോം അല്ലെങ്കിൽ ഒരു പ്ലേ വായിച്ച ശേഷം അത് ഒരു പൊളിറ്റിക്കൽ തീമായിട്ട് കണക്ട് ചെയ്യുക. അത് വിത്തൗട്ട് ടീച്ചേഴ്സ് ഹെൽപ്പ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഒരു സ്കാഫോൾഡിങ് ഇല്ലാതെ അതെന്ത് ചെയ്യാം, ഒരു പ്ലേ അല്ലെങ്കിൽ സാധാരണ ഒരു ബുക്ക് വായിച്ചിട്ട് വലിയ തീമിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, അവരുടെ തിങ്കിങ് എബിലിറ്റി ഭയങ്കര കൂടുതലാണ്, ഹൈ ആണ് എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റാപ്പിഡ് ലേണിംഗ് ആൻഡ് റിറ്റൻഷൻ. ദേ റിക്വയർ ലിറ്റിൽ റിപ്പറ്റീഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് പഠിക്കാനും പറ്റും, അത് ഒരുപാട് സമയം അവരുടെ മൈൻഡിൽ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, മാസ്റ്ററിങ് ന്യൂ മാത്ത് കൺസെപ്റ്റ് ആഫ്റ്റർ വൺ എക്സ്പ്ലനേഷൻ വൈൽ പിയേഴ്സ് നീഡ് മൾട്ടിപ്പിൾ പ്രാക്ടീസ് സെഷൻസ്. അപ്പം അവർ ഈ ഗിഫ്റ്റഡ് ലേണേഴ്സിൽ പെട്ട കുട്ടികൾ എന്ത് ചെയ്യും, ഒരു വട്ടം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്കാവും. ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം മതി, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 2, 3, 4 വട്ടം പറയുമ്പോഴാണ് മനസ്സിലാവുക. പക്ഷേ ഇവർക്ക് അത് ഒന്ന് മതി. അപ്പോൾ സെക്കൻഡ് വൺ ഇസ് റാപ്പിഡ് ലേണിംഗ് ആൻഡ് റിറ്റൻഷൻ. നൗ തേർഡ് വൺ ഈസ് ഇൻറ്റൻസ് ക്യൂരിയോസിറ്റി ആൻഡ് എൻക്വയറി. And they question deeply. Example ആണെന്നുണ്ടെങ്കിൽ asking complex questions like why do black holes
ബെൻഡ് ടൈം ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഇസ് എ ബ്ലാക്ക് ഹോൾ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി കേൾക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവരുടെ ഏജിനേക്കാളും കൂടുതൽ ഓൾറെഡി നമ്മളുടെ എൻ്റെ വേറെ ഫ്രണ്ട് റീന ഇവിടെ എന്താണ് ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും അവരുടെ കോഗ്നിറ്റീവ് ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം സാധാരണ ഒരു കുട്ടി ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ദാറ്റ് ഈസ് തേർഡ് വൺ, ഇൻറ്റൻസ് ക്യൂരിയോസിറ്റി ആൻഡ് എൻക്വയറി. Now fourth one is heightened creativity, producing original ideas or projects. അപ്പം എല്ലാവരും ഇപ്പം അവരുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ഭയങ്കര ടൈം എടുത്ത് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റഡ് ലേണേഴ്സ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അതും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ ഓരോ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻവെന്റിംഗ് എ ന്യൂ കോഡിംഗ് ലാംഗ്വേജ് ഫോർ എ സ്കൂൾ പ്രോജക്റ്റ് ഓർ റൈറ്റിംഗ് സ്റ്റോറീസ് വിത്ത് അഡ്വാൻസ്ഡ് സിംബോളിക് തീംസ്. അപ്പോൾ ഒരു കോഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതിയത് ഡെവലപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പം അതിന് ഭയങ്കരമായിട്ട് ഹൈറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. അത് ഗിഫ്റ്റഡ് ലേണേഴ്സിൽ കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Now the fifth one is emotional and moral sensitivity, deep empathy and sense of justice. അപ്പോൾ ഗിഫ്റ്റഡ് ലേണേഴ്സിൽ എന്തുണ്ടാവും? ഭയങ്കര ഇമോഷണലായിട്ടും മോറലായിട്ടും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവർ. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ബിക്കമിംഗ് ഡിസ്ട്രെസ്ഡ് ഓവർ ഗ്ലോബൽ ഇഷ്യൂസ് സച്ച് ആസ് ക്ലൈമറ്റ് ചേഞ്ച് ഓർ ഇനീക്വാലിറ്റി ആൻഡ് പ്രപ്പോസിംഗ് റിയലിസ്റ്റിക് സൊല്യൂഷൻസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനത്തെ ഇനീക്വാലിറ്റി ഇൻജസ്റ്റിസ് ഒക്കെ കേൾക്കുമ്പം അതിനോട് ഭയങ്കരമായിട്ട് അവർക്ക് ലൈക്ക് ഒരു എംപതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു മോറലായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അതുപോലെ തന്നെ അതിനുള്ള ഒരു ആൻസേഴ്സ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള തോട്ട് കാര്യങ്ങൾ വരും. ഇമോഷണലായിട്ടും മോറലായിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് നൗ ദ സിക്സ്ത് വൺ ഈസ് അസിൻക്രോണസ് ഡെവലപ്മെന്റ്, അൺഈവൻ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. ആൻഡ് എക്സ്പ്ലനേഷൻ ഇസ് എ 12-year-old ഡിബേറ്റിംഗ് ഫിലോസഫി ബട്ട് സ്ട്രഗ്ലിംഗ് ടു മാനേജ് ഫ്രസ്ട്രേഷൻ വെൻ ലൂസിങ് എ ഗെയിം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ അസിൻക്രോണിക്, അതായത് അൺഈവൻ ആണ്. അപ്പോൾ ചില ഒരു 12 വയസ്സുള്ള കുട്ടി എന്താണ് ഫിലോസഫിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതേസമയം ചെറിയതായിട്ടൊരു ഗെയിം ലൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അപ്പോൾ അവിടെ എന്താണ് അവരുടെ ഇമോഷണൽ ലെവലിൽ എന്താണ് അൺഈവൻ ആയിട്ടുള്ള ഒരു കാണാൻ കാണിക്കുന്നത്. 12 ഇയേഴ്സ് കാണിക്കേണ്ട ബുദ്ധി അല്ലെങ്കിൽ സംസാരിക്കേണ്ട രീതിയല്ല സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗെയിം ലൂസ് ചെയ്താൽ ഒരു 12 വയസ്സിന് തോന്നുന്ന ഫ്രസ്ട്രേഷൻ അല്ല കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. Now seventh one is high motivation and persistence, passionate engagement in interest. For example, spending weeks perfecting a robotics project without external reward. അപ്പം എന്താണ് അവർക്ക് തന്നെ അവരുടെ കാര്യം ഭയങ്കര കൃത്യമായിരിക്കണം, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു തോട്ട്. അത് ഭയങ്കര മോട്ടിവേഷൻ. അപ്പം ആരുടെ ഒരു റിവാർഡ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നുള്ള ചിന്തയില്ലാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്തു വെക്കാം. Now eighth one is preference for complexity, enjoys abstract or multi-layered problems. അപ്പം അതിന് മുൻപ് ഓൾറെഡി നമ്മുടെ ഫറ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താണ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അത് മാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യാൻ ടൈം എടുക്കുമ്പോൾ ഒത്തിരി ഇതൊക്കെ എന്ത് വെരി ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ, കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ളവർ പേഴ്സ് എന്താണ് ഇതൊക്കെ ടഫായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഇവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിരിക്കും അവർക്ക് ഒന്നും കൂടെ താല്പര്യം. ആൻഡ് ദ നയൻത് വൺ ഇസ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വൾണറബിലിറ്റീസ്, മേ ഫീൽ ഐസൊലേറ്റഡ് ഓർ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ എന്താണ് പൊതുവെ നമ്മൾ കാണുന്നതാണ്, ഇപ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് നല്ല ഇന്റലക്ച്വലി ഒരു ഹൈ ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്ത് പറയും, പടുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുജിയാണെന്നൊക്കെ പറയും അല്ലേ. അപ്പം ഒന്നെങ്കിൽ എന്താണ് ഇമോഷണൽ, അപ്പം അതുകൊണ്ട് ഐസൊലേറ്റഡ് ആവാം. ആൻഡ് ഓൾസോ എ ടോപ്പ് സ്റ്റുഡൻറ് അവോയ്ഡിങ് ക്ലാസ് പാർട്ടിസിപ്പേഷൻ ഫോർ ഫിയർ ഓഫ് ബീയിങ് ടു ഡിഫറെൻറ്റ് ഓർ ഷോയിങ് ഓഫ്. അപ്പം എന്താണ് ഞാൻ നല്ലത് ചെയ്തു എന്ന് അപ്പം അതിൻ്റെ പേരോ നീ ഷോ ഓഫ് ചെയ്യാണ് എന്നുള്ള പേരിൽ മാറി നിൽക്കുക. അതെന്താണ് ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് കാരണത്താൽ അവരിങ്ങനെ പാർട്ടിസിപ്പേഷന് അവരുടെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ എന്തെങ്കിലും പറയുന്നത് പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു കാറ്റഗറി. അതും എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിസ്റ്റിങ്ക്ട് ലേണിംഗ് സ്റ്റൈൽസ്, ആൻഡ് ദാറ്റ് ഈസ് ആക്സിലറേറ്റഡ് ഓർ ക്വിക്ക് മാസ്റ്ററി and enriched depth and creativity in their learning styles. For example, some rush ahead conceptually, others linger deeply on topics they love, exploring every കൺസെപ്റ്റ്. അപ്പം എന്താണ് അവർ എന്തും ടീച്ചേഴ്സ് ഒരു കാര്യം പഠിക്കുമ്പം അതിന് 2-3 ലെവൽ കൂടുതൽ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് 2-3 ലെവൽ കൂടുതൽ അവർ ഇൻഡെപ്ത് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് നോക്കിയിട്ട്. ഇപ്പോൾ ചില സാധാരണ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നോർമൽ എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അതിന് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നോക്കൂല. പക്ഷേ ഗിഫ്റ്റഡ് ലേണേഴ്സ് എന്ത് ചെയ്യും, അവർ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. ഇനി അതല്ല ടീച്ചർ പറയുന്നതിനേക്കാൾ 2-3 ലെവൽ കൂടുതൽ അവർക്ക് ഓൾറെഡി അത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും
ആണ് എന്താണ്. അപ്പോൾ there are 10 word characteristics mainly for gifted learners, and we'll just recap it. First one is advanced cognitive function, second one is rapid learning and retention, third one is intense curiosity and inquiry, fourth one is heightened creativity, fifth one is emotional and moral sensitivity, sixth one is asynchronous development, seventh high motivation and persistence, eighth one is preference for complexity, ninth one is social and emotional vulnerabilities, and at last one is distinct learning styles. So that's all about characteristics. അപ്പം ഇതൊരു ചെറിയൊരു ചുരുക്കം ആയിട്ടുള്ള പറഞ്ഞാണ്. ഇത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇനി കൂടുതൽ പോവാം. ബട്ട് ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. And last but not the least, we have Aparna, who is here to talk about the educational provisions for these beautiful children. So now we look at some educational provisions that can be provided for gifted learners. One is curriculum differentiation. Here we can modify the pace, the depth and the complexity of the curriculum. For example, instead of repeating just about algorithms, a gifted student can be given more advanced level and they can be asked to investigate how algorithms use algebra in artificial intelligence. Now the next provision that we can provide is acceleration policies. ഹിയർ ഗിഫ്റ്റഡ് ലേണേഴ്സിനെ ഇപ്പോൾ അവർ ഭയങ്കര ഇൻ്റലക്ച്വലി ടാലൻറ്റഡ് ആയത് കാരണം അവരിനെ ഒരു 2-3 ക്ലാസ്സസ് സ്കിപ്പ് ചെയ്തിട്ട് ഹയർ ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടാം. ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി ഗിവൺ പ്രൊവിഷൻസ് ടു എൻറ്റർ ദ കോളേജ് ഏർലിയർ. അവരുടെ പിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കോളേജിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നേരത്തെ ആക്കി കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് ക്ലസ്റ്റർ ഗ്രൂപ്പിംഗ്. ഇൻ ക്ലസ്റ്റർ ഗ്രൂപ്പിംഗ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ക്യാൻ ബി ഗ്രൂപ്പ് ടുഗെദർ ആൻഡ് അവർക്ക് അവരുടെ ഒരു ഇൻ്റലക്റ്റിനനുസരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലൈക്ക് 4 or 5 ഗിഫ്റ്റഡ് ലേണേഴ്സ് ഒപ്പം വന്നിട്ട് ദേ ക്യാൻ അനലൈസ് എ ടെക്സ്റ്റ് ആൻഡ് ദേ ക്യാൻ ടോക്ക് അബൌട്ട് ദ ഫിലോസഫിക്കൽ ആൻഡ് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എ നോവൽ. So likewise, we can provide some advanced activities for gifted learners. And next provision that we can provide for gifted learners are inquiry based learning. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു ടീച്ചർ വന്നു ക്ലാസ് എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോണതിന് പകരം വി ക്യാൻ ഹെൽപ്പ് ദം ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ലേൺ ഓൺ ദെയർ ഓൺ. അപ്പോൾ സോ വി ക്യാൻ പ്രൊമോട്ട് ദ സെൽഫ് ഡയറക്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഗിഫ്റ്റഡ് ലേണേഴ്സ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിന് തന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് നടത്തുക, അതല്ലെങ്കിൽ പുതിയ റിസർച്ചുകൾ ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്ട്സിൽ ഇൻവോൾവ് ആവുക. സോ ലൈക്ക് വൈസ് ഗിഫ്റ്റഡ് ലേണേഴ്സ് വിൽ ബി ഗിവൺ മോർ പ്രൊവിഷൻ ടു ഷോക്കേസ് ദെയർ intellect. Next one is mentorship and enrichment. So here we can the gifted learners, they can connect with എക്സ്പേർട്സ്. അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള വേറെ എക്സ്പേർട്സിൻ്റെ അടുത്തൊക്കെ കണക്ട് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഒരു മെൻറ്റർഷിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി വെരി യൂസ്ഫുൾ ഫോർ ഗിഫ്റ്റഡ് ലേണേഴ്സ്. ഫോർ എക്സാമ്പിൾ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ഗിഫ്റ്റഡ് ലേണർ ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി മീറ്റ് എൻ എക്സ്പേർട്ട് പെയിൻറ്റർ ആൻഡ് ദെൻ ലേൺ ഫ്രം ദെം. Next one is teacher expertise. Here teachers can be trained to identify these gifted learners. അപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ കുറേ കുട്ടികളുണ്ടാവും, അതിൽ ഗിഫ്റ്റഡ് ലേണേഴ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കറക്റ്റ് ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി വെരി ഈസിയർ ടു ഐഡൻറ്റിഫൈ ദീസ് ഗിഫ്റ്റഡ് ലേണേഴ്സ്. ദ നെക്സ്റ്റ് പ്രൊവിഷൻ വി ക്യാൻ പ്രൊവൈഡ് ഫോർ ഗിഫ്റ്റഡ് ലേണേഴ്സ് ഈസ് സോഷ്യോ ഇമോഷണൽ സപ്പോർട്ട്. സോ ഇങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സിന് ചിലപ്പോൾ ദേ വിൽ ബി ഫേസിങ് ലോട്ട് ഓഫ് ആൻസൈറ്റി, സ്ട്രെസ്, അതല്ലെങ്കിൽ പിയർ പ്രഷർ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. ഫോർ ദാറ്റ് സ്കൂളുകളിൽ നമുക്ക് കൗൺസിലേഴ്സിനെയോ അങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിൾ അസസ്മെൻറ്റ്. സോ ഒരു റിജിഡ് കൈൻഡ് ഓഫ് അസസ്മെൻറ്റിലോട്ട് പോകുന്നതിന് പകരം their assessment could be made more flexible, and they can for this teachers can use portfolios and projects rather than rote test. So for example, we can assess a student's intellect or their learning ability through independent inventions and programs, and instead of written exams. Next, the last one is inclusive policy framework. So there should be equity in access and identification. So some policies have to be made separately to ensure that the gifted students, they from all cultural, economical, linguist and socio-economic groups, they have equal opportunity to enroll or to specialize in different programs.
ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? Gifted and creative children are more than just a high IQ score. They are a beautiful blend of intense curiosity, deep emotions, and a unique way of seeing things. അവരെ മനസ്സിലാക്കുന്നത് ഒരു അക്കാഡമിക് എക്സസൈസ് മാത്രമല്ല, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. Because that daydreamer or that bored backbencher might grow up to be someone who could solve world problems, create a novel that could change our culture, or even invent technology that we can't even imagine yet. So, our job isn't to force them into our box. It's to provide them with opportunities that could help them unleash their full potential. We truly hope that this session gave you a new lens to see the creative and gifted potential in every child around you. Thank you for watching.